സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയവരാണ് ഇവർ. ഒരു സ്ത്രീയല്ലേ അവർ, ഒരു മോളുണ്ട്, ആ മോൾക്ക് അസുഖമാണ്, ഒരു അമ്മയുണ്ട്, 84 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. ഇനി അവരുടെ ജീവിതം എന്തായിരിക്കും? ഇവരുടെ ഏക വരുമാനം ഈ ബിന്ദുവിൻ്റെ വരുമാനമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനിയായ പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവരുകളാണ് ഇവിടെ തെരയണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ തെരഞ്ഞ് ബിന്ദുവിൻ്റെ ചേതനയേറ്റ ശരീരം നമ്മൾ കണ്ടെത്തുകയും ചെയ്തത്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. വീണ ജോർജ് മന്ത്രി നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്തുകൊണ്ട് മരിച്ച ആ ദിവസം തന്നെ ആ കുടുംബത്തിൽ എത്തിയില്ലല്ലോ? ആ മന്ത്രി ഇന്നലെ രാവിലെ 6:30-ക്കാണ് വന്നത്. CPM-ൻ്റെയും DYFI-ക്കാരുടെയൊക്കെ കവചം തീർത്തുകൊണ്ട് അവിടെ വന്നു. പക്ഷേ വന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു. ജോലിയുടെ കാര്യത്തിന് അവർക്ക് തീരുമാനമായിട്ടില്ല. കൊച്ചിന് മോന് എന്തെങ്കിലും ഒരു ജോലി താൽക്കാലികമായി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് അവർ തൃപ്തരല്ല. അവൻ സിവിൽ എഞ്ചിനീയർ പഠിച്ചതാണ്. ഈ 4 വർഷം BTech സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ട് ഒരു താൽക്കാലിക ജോലി ഗവൺമെൻറ് ആശുപത്രിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ്. ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ ജോലിയുടെ കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സർക്കാർ എന്ത് പറയുന്നുവോ സർക്കാരിന് ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ KPCC പ്രസിഡന്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ UDF-ൻ്റെ നേതൃത്വത്തിൽ അവരെ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അമ്മയുടെയും ഈ മക്കളുടെയും 84 വയസ്സുള്ള അമ്മയുടെയും അതുപോലെ തന്നെ ആ മക്കളുടെയും സങ്കടം നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല. എനിക്ക് പറയാനുള്ളത് ഇനി ഒരിക്കലും ഇതുപോലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.